അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ റമദാനുൽ ഷരീഫിൽ ഒരു മാസക്കാലം നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനമായി നൽകിയ ഒരു ദിവസമാണ് ഈദുൽ ഫിത്ർ അഥവാ പെരുന്നാൾ ദിവസം. ഈ പവിത്രമായ പെരുന്നാൾ ദിവസം പുരുഷന്മാർ പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അതിനുശേഷം കുടുംബബന്ധം പുലർത്തുകയും കുടുംബങ്ങളെ സന്ദർശിക്കുകയും അതുപോലെ അയൽവാസികൾ, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന രോഗികൾ, പ്രായം ചെന്ന ആളുകൾ, ഇത്തരം ആളുകളെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് സാന്ത്വനമേകുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം. ഈ പരിശുദ്ധ ദിവസത്തിൽ അവരും നമ്മളെപ്പോലെ പുതിയ ഡ്രസ്സ് ധരിച്ച് അത്തറ് പൂശി കുടുംബാംഗങ്ങളെയും മറ്റു സുഹൃത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി സഞ്ചരിക്കേണ്ട ആളുകളാണ്. പക്ഷേ പ്രായം ചെന്ന ആളുകൾക്കും രോഗികൾക്കും അതിന് കഴിയാതെ അവർ വീട്ടിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ കഴിയുമ്പോൾ അവരെ സന്ദർശിച്ച് അവർക്ക് സാന്ത്വനം ഏകുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അതുപോലെ പെരുന്നാൾ ദിവസം എന്നത് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം പാവപ്പെട്ട ഒരാൾ, അയാൾക്ക് പണമില്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന നിലക്ക് ഇസ്ലാം നമ്മോട് കൽപ്പിച്ച ഒരു കർത്തവ്യമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ടി കൊടുക്കുന്ന സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ആ ഫിത്ർ സക്കാത്തും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ കൊടുത്തു വിടുക. പരമാവധി പെരുന്നാൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുത്തു വിടുക എന്നത് നമ്മുടെ നിർബന്ധ കർത്തവ്യമാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരു മാസക്കാലം നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച് നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി തസ്ബീഹ് ചൊല്ലി സലാത്തുകൾ വർദ്ധിപ്പിച്ചു ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി നമ്മൾ സ്വരൂപിച്ച ആത്മീയ ചൈതന്യം, ഈ ആത്മീയ ചൈതന്യം ഒരിക്കലും കളഞ്ഞു കുളിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആ നമ്മൾ നേടിയെടുത്ത ആത്മീയത ഇനിയും കൈവിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും പെരുന്നാൾ ദിവസം പലരും ആഘോഷത്തെ ആഭാസമാക്കി മാറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു സന്ദർഭങ്ങളിലേക്ക് നമ്മുടെ ആഘോഷങ്ങൾ പോയിക്കൂടാ. ആഘോഷം എന്നത് അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് അനുവദിച്ച രീതിയിലുള്ള ആഘോഷങ്ങളെ കൊണ്ട് മാത്രം ഈ ദിവസത്തെ ധന്യമാക്കുകയും ആ രീതിയിലുള്ള ആഘോഷങ്ങളെ കൊണ്ട് നമ്മൾ ഈ പെരുന്നാൾ ദിവസത്തെ ആഘോഷിക്കുകയും ചെയ്യുക. അതുപോലെ വളരെ ചൂട് കാലമായതുകൊണ്ട് അള്ളാഹുവിനോട് റമദാനുൽ ഷരീഫിൽ എന്ന പോലെ തന്നെ ദുആക്ക് ഉത്തരമുള്ളൊരു ദിവസമാണ് പെരുന്നാൾ ദിവസം. അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ശാന്തിയും സമാധാനവും പുലരാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും അതുപോലെ മറ്റു ജീവജാലങ്ങൾക്ക് വെള്ളമൊക്കെ നൽകുകയും ചെയ്യുക. ആ നിലക്ക് ഈ പവിത്രമായ സുദിനത്തെ ധന്യമാക്കുക. അള്ളാഹു എല്ലാത്തിനും തൗഫീക്ക് ചെയ്യട്ടെ. ദുആ വസിയത്തോടുകൂടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവർക്കും ചെറുപെരുന്നാളിൻ്റെ ഈദാശംസകൾ.
സമർപ്പിക്കുന്നു.